സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. വിമോചനത്തിനായുള്ള നിലവിളികൾ ചരിത്രാരംഭം മുതൽക്കേ ഉള്ളതാണ്. പലപ്പോഴും വിടുതൽ വിദൂരവുമാണ്. വിശുദ്ധ വേദപുസ്തകവും രക്ഷയ്ക്കായുള്ള നിലവിളികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന വിമോചകനായി മോശയെ തിരഞ്ഞെടുത്ത ദൈവത്തെ പുറപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നു. എന്നാൽ വീണ്ടും പാപം മൂലം ദൈവസന്നിധിയിൽ നിന്ന് അകന്ന ജനത്തെ രക്ഷിക്കാനായി ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നും തിരുവചനം പറയുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൽ പറയുന്നത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്നത്രേ. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇത് പൂർണ്ണമായും പ്രകടമാവുകയും ചെയ്തു എന്ന് കാണാം. സമഗ്രവും ശ്രേഷ്ഠവുമായ വിമോചനമാണ് യേശു നൽകിയതെന്ന് സുവിശേഷങ്ങൾ സാക്ഷിക്കുന്ന ഓരോ സൗഖ്യദായക ശുശ്രൂഷകളിൽ നിന്നും വ്യക്തമാണ്. അപ്രകാരമുള്ള ഒരു വിമോചനമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. വിശുദ്ധ ലൂക്കോസ് മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. യേശു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ 18 സംവത്സരമായി കൂനു ബാധിച്ച ഒരു സ്ത്രീയെ കണ്ട് അവളെ സൗഖ്യമാക്കുന്നു, അതും ശബത്ത് ദിനത്തിൽ. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാതിരുന്ന, അവരെ അകറ്റി നിർത്തിയിരുന്ന സമൂഹത്തിൽ യേശു അവളെ വിളിച്ചു, അവളെ തൊട്ടു സൗഖ്യമാക്കി. അവളുടെ മനസ്സിന്റെ നിശബ്ദമായ തേങ്ങലുകൾ കർത്താവ് കേട്ടു. 18 വർഷമായി അവളുടെ കാഴ്ചയും കാഴ്ചപ്പാടും എല്ലാം മാറിപ്പോയി. ശരീരത്തിന്റെ വളവ് ആകാശവർണ്ണങ്ങളെ അവൾക്ക് അന്യമാക്കി. മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച വന്നിരിക്കാം, എങ്കിലും തൻ്റെ രോഗാവസ്ഥയോ നിന്ദയോ അപമാനമോ ഒന്നും ദൈവസന്നിധിയിൽ വരുന്നതിന് അവൾക്ക് തടസ്സമായില്ല. യേശു അവളെ വിളിക്കുമ്പോൾ സന്തോഷത്തോടെയാവാം അവൾ ചെന്നത്. ഇത്രയും നാൾ ആരാലും പരിഗണിക്കപ്പെടാത്ത ആ സ്ത്രീക്ക് ഇത്രയും ജനങ്ങൾക്കിടയിൽ കൂനിയായ തന്നെ യേശു കണ്ടുവല്ലോ, അവൻ തന്നെ വിളിച്ചുവല്ലോ എന്ന സന്തോഷമാകാം. തൻ്റെ നിശബ്ദമായ തേങ്ങലുകൾക്ക് മറുപടി ലഭിക്കും എന്ന വിശ്വാസവുമാകാം. ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതന് അത് വീഞ്ഞു കുടിച്ചതിൻ്റെ മത്ത് പിടിച്ചതാകാമെന്ന് തോന്നിയെങ്കിലും ദൈവം അവളുടെ ഹൃദയ വ്യാപാരങ്ങളെ അറിഞ്ഞു എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇവിടെയും ആരും പ്രാധാന്യം നൽകാത്ത കൂനിയായ ഇവളെ ദൈവപുത്രൻ കണ്ടു, അടുത്തു വിളിച്ചു. തൻ്റെ സ്പർശനത്താൽ അവളുടെ ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞു. രോഗങ്ങൾ ദുഷ്ടാത്മശക്തികളുടെ ബാധയാണെന്ന വിശ്വാസം നിലനിന്നിരുന്ന കാലത്ത് സൗഖ്യമായ അവൾ ആദ്യം തല ഉയർത്തി ദൈവത്തെ സ്തുതിച്ചിരിക്കാം. എന്നാൽ പള്ളിപ്രമാണി ഇവിടെ നീരസപ്പെടുന്നുണ്ട്. സുവിശേഷങ്ങളിൽ ശബ്ബത്തിൽ യേശു സൗഖ്യമാക്കിയ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തെല്ലാം വിമർശനങ്ങളും ഉണ്ടായതായി നാം കാണുന്നുണ്ട്. ശബ്ബത്തിൽ സൗഖ്യമാക്കിയത് മാത്രമാവില്ല, അതൊരു സ്ത്രീയാണെന്നുള്ളതും പള്ളിപ്രമാണിയുടെ ആ നീരസത്തിന് കാരണമാകാം. ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അവരുടെ കപടഭക്തിയെ യേശു വിമർശിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ആചാരപരമായ ആരാധനകളെ കഠിനമായി വിമർശിക്കുന്നുണ്ട്. തിന്മ തള്ളി നന്മ ചെയ്യുവാനും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കാനും പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുന്നു. ആരാധന എന്നത് വെറും ചടങ്ങായി മാറാനല്ല, മറിച്ച് സമൂഹത്തിന് പ്രയോജനപ്രദവും നീതിയുക്തവുമാകണം. പരിപൂർണ സൗഖ്യം എന്നത് ഏതൊരാളുടെയും മൗലിക അവകാശമാണ്. ശബത്ത് എന്ന നിയമത്തേക്കാൾ വിലപ്പെട്ടത് ഒരു മനുഷ്യന്റെ വിടുതലാണെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുന്നു. അവളുടെ വ്യക്തിത്വത്തെ മാനിക്കുകയും മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിലേക്ക് വിളിച്ചു ചേർക്കുകയും ചെയ്യുന്നു കർത്താവ്. പഴയ നിയമ ന്യായപ്രമാണ പ്രകാരം ശബത്തിൽ സൗഖ്യമാക്കുന്നതിനെ എതിർത്തവരോട് അവരുടെ ശബത്ത് ആചരണത്തിലെ അപാകതകൾ യേശു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ശബത്തിലെ ആരാധന വ്യക്തിബന്ധങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന അനുഭവമാകണമെന്നും യേശു പഠിപ്പിക്കുന്നു. അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ പുകഴുന്നവർക്കിടയിൽ അവളെയും ആ ഗണത്തിലേക്ക് ഉയർത്തുന്നു കർത്താവ്.
ലോകം വിവേചനത്തോടെയും ചൂഷണത്തോടെയും കണ്ടിരുന്ന ബന്ധങ്ങളെ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ സമത്വത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കൊണ്ടുവരുന്നത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വേദഭാഗത്ത് കാണാം. വിവേചനത്തിൻ്റെ ചുവരുകൾ തകർത്ത് എല്ലാവരെയും സഹോദരരായി കാണുന്നതാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന വിമോചനം. മുഖപക്ഷമില്ലാതെ ഏവരെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഭാവം നമ്മിലും ഉണ്ടാവണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പല വിധത്തിൽ വിമോചനത്തിനായുള്ള നിലവിളികൾ നമുക്ക് ചുറ്റുപാടും ഉയരുന്നുണ്ട്. നമ്മുടെ പ്രതികരണങ്ങൾ എന്താണ്? നമ്മുടെ ആരാധനകൾ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? മനുഷ്യരെ പലതിൻ്റെയും പേരിൽ പല തട്ടുകളിലായി വേർതിരിച്ച് കാണുന്നവരാണോ നാമും? സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതായി തീരുന്നുവോ? ആ കൂനിയായ സ്ത്രീയെപ്പോലെ പലവിധ ബന്ധനങ്ങളാൽ വലയുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടാവാം. അവരെ വിമോചകനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലും പല കാലങ്ങളായി വേർതിരിവുകളും സ്നേഹശൂന്യതയും വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും അഹംഭാവവും തുടങ്ങി പല വിധത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാവാം. അതിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിലൊന്ന് അടുത്തിയെല്ലാം. നമ്മുടെ പ്രാർത്ഥനകൾ അടിച്ചമർത്തപ്പെട്ടവൻ്റെ കണ്ണുനീർ തുടയ്ക്കാനുള്ള കരുത്തായി മാറണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ആരാധനകൾ അർത്ഥവത്തായി തീരുന്നത്. പീഡിപ്പിക്കപ്പെടുന്നവർക്കും തളർന്നു പോയവർക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ നാമും ക്രിസ്തുവിൻ്റെ വിമോചന ദൗത്യത്തിൽ പങ്കാളികളാകുകയാണ്. പ്രിയമുള്ളവരെ, വിമോചിപ്പിക്കുവാനുള്ള വിളി എന്നത് കുനിഞ്ഞു പോയവരെ നിവർത്തുവാനുള്ള വിളിയാണ്. അത് ആരാധനകളെ നീതിയുടെ പ്രവൃത്തികളാക്കി മാറ്റുവാനും പരസ്പര ബന്ധങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയ്ക്കാനും അനീതിക്കെതിരെ നീതി സ്ഥാപിക്കാനും വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനുമുള്ള ആഹ്വാനമാണ്. നമുക്ക് ലഭ്യമായ മോചനം മറ്റുള്ളവരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ മുഖാന്തരമാകണം. ആ ദൈവവിളിയോട് നമുക്കും പ്രതികരിക്കാം. നമ്മുടെ ഈ ചെറിയ ജീവിതം ഒരാളുടെയെങ്കിലും വിമോചനത്തിൻ്റെ അനുഭവമാകാൻ നമ്മെ തന്നെ ഒരുക്കാം. തിരുവചനം ഒന്ന് ഏറ്റു പറയാം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് വിമോചനത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുവാനും നീതിയുടെയും സത്യത്തിൻ്റെയും വക്താക്കളായി ദൈവസ്നേഹം പകർന്നു നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.